इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां प्रथमस्कन्धे व्यासनारदसंवादे पञ्चमोऽध्यायः. ഗോവിന്ദ ഗോവിന്ദ. വേദവ്യാസ മഹർഷി എപ്പോഴാണ് ഭാഗവതം രചിക്കാനിടയായത് എന്ന കഥ ഇവിടെ വിസ്തരിക്കുകയാണ്. ആരാ വേദവ്യാസ മഹർഷി? സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു തന്നെ സത്യവതിയുടെയും പരാശരൻ്റെയും പുത്രനായി അവതരിച്ചു. കൃഷ്ണൻ എന്ന അമ്മ കൊടുത്ത പേര്. ദ്വീപിലാണ് അദ്ദേഹം വളർന്നു വന്നത്. അതുകൊണ്ട് ദ്വൈപായനൻ എന്നുകൂടി പേര് വന്നു. രണ്ടുപേരും കൂടി ചേർന്നാൽ കൃഷ്ണദ്വൈപായനൻ എന്നായി തീരും. അത് ഈ കൃഷ്ണദ്വൈപായനൻ ആണ് ഒന്നായിരുന്ന വേദത്തിനെ നാലായി വ്യസിച്ചത്. വേദത്തിനെ വ്യസിച്ചതുകൊണ്ട് വേദവ്യാസൻ എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധനായി. ഒന്നായിരുന്ന വേദം ഋക്ക്, യജുസ്, സാമം, അഥർവം എന്നിങ്ങനെ 4 ശാഖകളായി തീർന്നു. അദ്ദേഹത്തിന് 4 ശിഷ്യന്മാരുണ്ടായിരുന്നു. പൈലൻ, വൈശമ്പായനൻ, ജൈമിനി, സുമന്തു എന്ന് അവർക്ക് പേര്. ഈ 4 വേദശാഖകൾ 4 ശിഷ്യന്മാർക്കായിട്ട് അദ്ദേഹം പകുത്തു കൊടുത്തു. അവരുടെ ശിഷ്യന്മാർക്കും ഈ വേദശാഖകൾ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ശിഷ്യപ്രശിഷ്യ പരമ്പരയാ വേദം പഠിപ്പിക്കപ്പെട്ടു പോന്നു. കാലക്രമേണ ആളുകൾ വേദം പഠിക്കാൻ മുന്നോട്ട് വരാതെ കണ്ടായി. വേദാർത്ഥം ആളുകൾ ഗ്രഹിക്കട്ടെ എന്ന വിചാരത്തോടുകൂടി വേദവ്യാസ മഹർഷി കുറച്ച് വേദതത്വങ്ങളെ ലഘുവാക്കി തീർത്ത് കുറേ കഥകളും കൂടി കൂട്ടിച്ചേർത്ത് കുറേ ഗ്രന്ഥങ്ങൾ എഴുതി. ഈ ഗ്രന്ഥങ്ങളാണ് പുരാണങ്ങൾ. പുരാണങ്ങൾ ആളുകളെടുത്ത് വായിക്കും എന്നായിരുന്നു വേദവ്യാസ മഹർഷിയുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷ അസ്ഥാനത്തായി. പിന്നീട് അദ്ദേഹം മഹാഭാരതം എന്ന വലിയ ഒരു ഇതിഹാസം എഴുതി. അതും ആളുകൾ വായിക്കാൻ മുന്നോട്ട് വരേണ്ടായില്ല. ലോകനന്മയ്ക്ക് വേണ്ടി അനേകം ഗ്രന്ഥങ്ങൾ എഴുതി. ഇതൊന്നും ആരും വായിക്കണില്ല എന്ന് വന്നപ്പോൾ വേദവ്യാസ മഹർഷിക്ക് വല്ലാത്ത ഒരു ആകൃതാർത്ഥത അനുഭവപ്പെട്ടു. എന്തുകൊണ്ടാണ് എനിക്ക് കൃതാർത്ഥത അനുഭവപ്പെടാത്തത് എന്ന് അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരുന്നു. ആ സമയത്താണ് ശ്രീനാരദ മഹർഷിയുടെ വരവ്. നാരദൻ ഒരു ദിക്കിലേക്ക് ചെന്നാൽ അവിടെയുള്ളവരൊക്കെ പൂജിക്കും. നാരദം സുരപൂജിത. സ്വർഗലോകത്തിൽ ചെന്നാൽ ദേവന്മാർ പോലും പൂജിക്കും. ആ പരമപരിപൂജ്യനായ നാരദ മഹർഷി വന്നപ്പോൾ വേദവ്യാസ മഹർഷി എഴുന്നേറ്റു ഒരു പീഠം ഇട്ടുകൊടുത്ത് നാരദ മഹർഷിയെ അതിന്മേലിരുത്തി വന്ദിച്ചു. നാരദ മഹർഷി വേദവ്യാസന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. പാരാശര്യ മഹാഭാഗ, ഹേ പരാശരപുത്ര എന്ന സംബോധനയോട് കൂടിയിട്ടാണ് നാരദ മഹർഷി സംഭാഷണം ആരംഭിച്ചത് തന്നെ. പരാശര മഹർഷി ഒരു മഹാഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. വിഷ്ണുപുരാണം എന്നാണ് അതിൻ്റെ പേര്. ആ പിതാവിൻ്റെ പുത്രനാവണമെങ്കിൽ അങ്ങും ഒരു മഹാഗ്രന്ഥം എഴുതണം എന്ന് ആ സംബോധനയിൽ നിന്ന് തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു നാരദ മഹർഷി. അങ്ങ് ലോകനന്മയ്ക്ക് വേണ്ടി അനേകം ഗ്രന്ഥങ്ങൾ എഴുതി. എന്നിട്ടും അങ്ങയ്ക്ക് കൃതാർത്ഥത അനുഭവപ്പെട്ടിട്ടില്ല. അക്കാര്യം മുഖം ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. വേദവ്യാസ മഹർഷി അത് സമ്മതിച്ചു. എന്തുകൊണ്ടാണ് എനിക്ക് കൃതാർത്ഥത അനുഭവപ്പെടാത്തത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. അതിൻ്റെ കാരണം അങ്ങ് തന്നെ എനിക്ക് പറഞ്ഞു തരണം. അങ്ങ് ഭഗവാനെ ആരാധിച്ച് ഭഗവന്മയനായ ഒരാൾ, അഗാധജ്ഞാനി, ബ്രഹ്മാവിൻ്റെ പുത്രൻ. നാരദ മഹർഷി അപ്പോൾ പറഞ്ഞു, ഭവത അനുദിതപ്രായം യശോ ഭഗവതോമലം. അങ്ങ് ധർമ്മം, അർത്ഥം മുതലായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ലോണം വിസ്തരിച്ചു. പക്ഷേ ഭഗവാന്റെ നിർമ്മലമായ യശസ് വേണ്ട പോലെ വിസ്തരിക്കുകയുണ്ടായില്ല. മഹാഭാരതത്തിൽ അന്തർഗതമാണ് ഭഗവത്ഗീത. ഗീതയിൽ ഭഗവാന്റെ മഹിമ വർണ്ണിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞുകൂടാ. പക്ഷേ പലതും പറയണ കൂട്ടത്തിൽ ഭഗവാന്റെ മഹിമയും പറഞ്ഞു എന്നേ പറയാൻ പറ്റൂ. അങ്ങനെയായാൽ പോരാ. ഈ ഗ്രന്ഥത്തിലെ നായകൻ ആര് എന്ന് ചോദിച്ചാൽ ഭഗവാനാണ് നായകൻ എന്ന് പറയാൻ സാധിക്കണം. ഭഗവാനെക്കുറിച്ച് പറയുമ്പോൾ വേറെ പല വിഷയങ്ങളും വന്നോട്ടെ, അതുകൊണ്ട് ദോഷമൊന്നുമില്ല. മുഖ്യമായി വിവക്ഷിതം ഭഗവാന്റെ മഹിമയാവണം. പലതും പറയണ കൂട്ടത്തിൽ ഭഗവാന്റെ മഹിമയും വന്നു എന്നായാൽ പോരാ എന്ന് ചുരുക്കം. ഭഗവാനെക്കുറിച്ച് വേണം ആരും ഏത് സമയത്തും സംസാരിക്കാൻ. ഇതര വിഷയങ്ങളെക്കുറിച്ച് എത്ര നല്ല ഭാഷയിൽ പറഞ്ഞതുകൊണ്ട് എന്ത് പ്രയോജനം? ആവക വാക്കുകൾ വെറും കാക്കകൾക്ക് കുളിക്കാനുള്ള പൊട്ടക്കുളം പോലെയാവുള്ളൂ. നേരെ മറിച്ച് പരമഹംസന്മാർക്കും യോഗീശ്വരന്മാർക്കും സ്നാനം ചെയ്യാൻ പാകത്തിനുള്ള
ഒരു മാനസ സരസ്സാവണം എന്ന് വെച്ചാൽ ആ വാക്ക് ഭഗവാനെക്കുറിച്ച് പറയുന്ന വാക്ക് തന്നെ ആവണം. ഭഗവാനെക്കുറിച്ച് പറയുമ്പോൾ നല്ല ഭാഷയിലേ പറയാവൂ എന്ന് നിർബന്ധമൊന്നുമില്ല. വാചകങ്ങൾ ചിലപ്പോൾ ഒടിഞ്ഞു പോയി എന്ന് വരാം, വാക്കുകൾ ചിലപ്പോൾ ചതഞ്ഞു പോയി എന്ന് വരാം, അക്ഷരങ്ങൾ ചിലപ്പോൾ ഞെരിഞ്ഞു പോയി എന്ന് വരാം. അതുകൊണ്ടൊന്നും ദോഷമില്ല. എങ്ങനെ പറയുന്നു എന്നതല്ല പ്രധാനം, ഏത് വിഷയത്തിനെക്കുറിച്ച് പറയുന്നു എന്നത് തന്നെയാണ് പ്രധാനം. ഭഗവാനെക്കുറിച്ച് വേണം പറയാൻ ആരും ഏത് സമയത്തും. ഇതിനകം അനേകം ഗ്രന്ഥങ്ങൾ അങ്ങ് എഴുതി, ഒരു ഗ്രന്ഥവും കൂടി അങ്ങ് എഴുതണം. ആ ഗ്രന്ഥത്തിൽ ഭഗവാന്റെ മഹിമ നല്ല പോലെ അങ്ങ് വിസ്തരിക്കണം. ആ ഗ്രന്ഥത്തിലൂടെ അങ്ങ് മാലോകരോട് ഒരു കാര്യം ഉറക്കെ പറയണം. എന്താ പറയേണ്ടതെന്നോ, ഇനി മുതൽക്ക് ആരും ദുഃഖിക്കേണ്ടതില്ല എന്ന കാര്യം. ഈ മാലോകരൊക്കെ എത്രമാത്രം ദുഃഖിക്കണമെന്ന് ആലോചിച്ച് നോക്കൂ. ദുഃഖത്തിൻ്റെ കാരണങ്ങൾ പലതാവാം എന്ന് മാത്രമേ ഉള്ളൂ. ദുഃഖം എല്ലാവർക്കും ഉണ്ട്. ഒരാൾക്ക് ദുഃഖം കുട്ടികൾ ഉണ്ടായില്ല എന്നത്, വേറൊരാൾക്ക് ദുഃഖം കുട്ടികൾ നന്നായില്ല എന്നത്, മറ്റൊരാൾക്ക് ദുഃഖം കുട്ടികൾ മരിച്ചുപോയി എന്നത്, മറ്റൊരാൾക്ക് ദുഃഖം ധനം ചോർന്നുപോയി എന്നത്, വേറൊരാൾക്ക് പ്രതീക്ഷിച്ചത് കിട്ടിയില്ല എന്നുള്ള ദുഃഖം, ഇനി ഒരാൾക്ക് രോഗം വന്നതിൻ്റെ ദുഃഖം, മറ്റൊരാൾക്ക് ദാരിദ്ര്യത്തിൻ്റെ ദുഃഖം. ഇങ്ങനെ ഈ മാലോകരൊക്കെയും ദുഃഖത്തിൽ നിന്ന് ദുഃഖത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ദുഃഖിക്കാൻ തുടങ്ങിയാൽ എന്നാ ദുഃഖത്തിൽ നിന്ന് മോചനം? ഇങ്ങനെ ദുഃഖിക്കാൻ തുടങ്ങിയാൽ അവൻ്റെ ജീവിതത്തിൻ്റെ വഞ്ചി ഇങ്ങനെ പുഴയുടെ നടുക്ക് ഇങ്ങനെ വട്ടത്തിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്ന് ആയിത്തീരും. അത്രയേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അങ്ങ് മാലോകരോട് വിളിച്ചു പറയുക, ആരും യാതൊരു കാരണവശാലും ദുഃഖിക്കേണ്ടതില്ല എന്ന്. എന്തുകൊണ്ട്? അതോ ഇന്നേ വരെ നടന്നതെല്ലാം ഭഗവാന്റെ ലീലകളാണ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതും ഭഗവാന്റെ ലീലകളാണ്. നാളെ നടക്കാൻ പോണതും ഭഗവാന്റെ ലീലകളാണ്. ഇങ്ങനെ എല്ലാത്തിനെയും ഭഗവാന്റെ ലീലാത്വേന അങ്ങ് നിരീക്ഷിക്കാൻ തുടങ്ങി നോക്കിയാൽ എന്നാൽ പിന്നെ ഒരിക്കലും ഒരാൾക്ക് ദുഃഖം അനുഭവപ്പെടില്ല. ലീല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കളി എന്നാണ് അർത്ഥം. കളി കണ്ടാൽ ആരെങ്കിലും ദുഃഖിക്കാറുണ്ടോ? ഇല്ല. ക്രിക്കറ്റ് കളി കണ്ടാൽ ദുഃഖിക്കാറുണ്ടോ? ഇല്ല. ഫുട്ബോൾ കളി കണ്ടാൽ ദുഃഖിക്കാറുണ്ടോ? ഇല്ല. ചെസ്സ് കളി കണ്ടാൽ ദുഃഖിക്കാറുണ്ടോ? ഇല്ല. കളി കാണുന്നത് എന്തിനാ? രസിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ കളിയും കണ്ടാൽ രസിക്കാം. ഭഗവാന്റെ കളി കണ്ടാൽ മാത്രം രസിക്കാൻ വയ്യ എന്ന് പറയുന്നത് കുറച്ച് സാഹസമാണ്. ഭഗവാന്റെ കളിയും കണ്ട് രസിക്കുക. ഭഗവാന്റെ കളി 3 തരത്തിലാണ്: ഉണ്ടാവുക, നിലനിൽക്കുക, നശിച്ചു പോവുക. ഇങ്ങനെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നു അതിനെ മുഴുവനും ഭഗവാന്റെ ലീലാത്വേന അങ്ങനെ നിരീക്ഷിക്കാൻ തുടങ്ങിയാൽ പിന്നെ എന്തിനാ ദുഃഖം? അപ്പോൾ ഏത് സമയത്തും മനുഷ്യന് സന്തോഷിക്കാം എന്നർത്ഥം. ഉണ്ടാവുന്നു, നിലനിൽക്കുന്നു, നശിക്കുന്നു, ഇത്രയേ ഉള്ളൂ. ഇത് കണ്ട് രസിക്കുക, അതിനുള്ളതാണ് ഈ ജീവിതം. സമുദ്രതീരത്ത് ചെന്ന് നിൽക്കുക. കേരളത്തിലുള്ള ആളുകൾക്കാണെങ്കിൽ പറഞ്ഞാൽ വേഗം മനസ്സിലാവും. കന്യാകുമാരിയിൽ ചെന്നിട്ട് ആ വിവേകാനന്ദ പാറയിൽ ഇങ്ങനെ നിന്ന് താഴോട്ട് ഇങ്ങനെ നോക്കുക. എന്ത് രസമാണെന്നോ കണ്ടു നിൽക്കാൻ. വലിയ ഉയരത്തിൽ ഇങ്ങനെ തിരമാലകൾ വരണത് കാണാം. തിരമാല ഓരോന്നും പാറയിൽ വന്നിങ്ങനെ ആട്ടിച്ച് അങ്ങോട്ട് പൊട്ടിച്ചിത്തറണത് കാണാം. ഒരു തിര പൊട്ടി എന്നുള്ളതുകൊണ്ട് ദുഃഖിക്കാനൊന്നുമില്ല. ദാ അടുത്ത നിമിഷത്തിൽ അടുത്ത തിര വരണു. ഇങ്ങനെ തിരമാലകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കണു. അത് പാറയിൽ വന്നിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണു. അടിക്കുന്ന ഓരോ തിരമാലയും ഇങ്ങനെ പൊട്ടിച്ചിതറിക്കൊണ്ടിരിക്കണു. ഇതുപോലെ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കണു, എന്തെല്ലാം നിലനിൽക്കണു, എന്തെല്ലാം നശിച്ചുകൊണ്ടിരിക്കണു. മനുഷ്യൻ്റെ ചരിത്രം പഠിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് എത്ര രാഷ്ട്രങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്, എത്ര സംസ്കാരങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്, എത്ര ജനപദങ്ങൾ, എത്ര നഗരങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഉയർന്നു വന്നവ കുറച്ചു കാലം നിലനിന്നു, അതൊക്കെ നശിച്ചു പോയി. തലസ്ഥാനത്ത് വേറെ ചിലത് ഉയർന്നു വന്നു, അതും നശിച്ചു. അത് നശിച്ചപ്പോൾ വേറൊന്ന് ഉയർന്നു വന്നു. ഇങ്ങനെ ഉണ്ടാവുന്നു, നിലനിൽക്കുന്നു, നശിക്കുന്നു. സമുദ്രത്തിൽ തിരമാലകൾ ഉണ്ടായി നിലനിന്ന് നശിക്കുന്നത് പോലെയല്ലേ ഈ ലോകത്തിൽ ഓരോന്നും ഉണ്ടായി നിലനിന്ന് നശിച്ചു പോണത്. ഓരോ തിരമാല ഉണ്ടാവുമ്പോൾ അയ്യോ ഇത് പൊട്ടില്ല എന്ന് വിചാരിക്കുന്നതിന് എന്താ അർത്ഥം? ഈ തിരമാലകളൊക്കെ പൊട്ടിപ്പോണത് പോലെ ഉണ്ടായത് മുഴുവനും നശിക്കും. അതുകൊണ്ട് നശിച്ചുപോയി എന്നതുകൊണ്ട് ആരും ദുഃഖിക്കേണ്ടതില്ല. കാരണം ഇവിടെ കാണുന്നതൊന്നും തന്നെ ശാശ്വതമല്ല. ഒരു തിരയും പൊട്ടാതെ കണ്ടിരിക്കില്ല. ഇതുപോലെ ഇപ്പോൾ എന്തെല്ലാം ഈ ലോകത്തിൽ ദൃശ്യമായിരിക്കുന്നു അതൊന്നും ശാശ്വതമല്ല എന്ന കാര്യം തീർച്ച. ഇത് മുഴുവനും പൊട്ടിപ്പോണ്ടതാണ് എങ്കിൽ എൻ്റെ തറവാട് മാത്രം ശാശ്വതമായിട്ട് നിലനിൽക്കുമോ? ആലോചിച്ച് നോക്കിയാൽ അറിയരുതേ, നിലനിൽക്കില്ല. ഞാൻ ശാശ്വതമാണോ? അല്ല. ഈ ശരീരം ശാശ്വതമാണോ? അല്ല. എൻ്റെ കുട്ടികളും എൻ്റെ സമ്പത്തും എൻ്റെ സ്ഥാനമാനങ്ങളും ശാശ്വതമാണോ? അല്ല.
ഇതൊന്നും ശാശ്വതമല്ല. അതൊക്കെ ചിലതിങ്ങനെ ഉണ്ടാവണു, ചിലതിന് മാറ്റം വരണു, ചിലതിന് നശിച്ചു പോകണു, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് വിവേകിയായ ഒരു മനുഷ്യൻ എന്ത് വേണം? എൻ്റെ കുട്ടികൾ മരിച്ചു എന്ന് പറഞ്ഞ് ദുഃഖിക്കരുത്, എൻ്റെ ധനം പോയി എന്ന് പറഞ്ഞ് ദുഃഖിക്കരുത്, എൻ്റെ സ്ഥാനമാനങ്ങൾ പോയി എന്ന് പറഞ്ഞ് ദുഃഖിക്കരുത്. എന്തുകൊണ്ട്? അതോ ഇതൊക്കെ ഭഗവാന്റെ ലീലയാണ്. എനിക്ക് കുട്ടികൾ ഉണ്ടായതും ഭഗവാന്റെ ലീലയാണ്, കുട്ടികൾ മരിച്ചുപോയതും ഭഗവാന്റെ ലീലയാണ്. തന്നതും ഭഗവാനാണ്, എടുത്തതും ഭഗവാനാണ്. ഇവിടെ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവനും ഭഗവാൻ. പിന്നെ ഞാൻ ഈ ഭഗവാന്റെ ലീല നോക്കി രസിക്കുക എന്നല്ലാതെ എന്തിനാ ഉണ്ടായി എന്ന് പറഞ്ഞ് വല്ലാതെ സന്തോഷിക്കുകയും പോയി എന്ന് പറഞ്ഞ് വല്ലാതെ ദുഃഖിക്കുകയും ചെയ്യണത്? ഇവിടെ ഓരോന്നോരോന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണതെല്ലാം ഭഗവാൻ, നടന്നുകൊണ്ടിരിക്കണതെല്ലാം ഭഗവാന്റെ ലീലകൾ. അപ്പോൾ ഏറ്റവും നല്ല കളിക്കാരനായ ഭഗവാനെ വേണ്ട പോലെ വന്ദിക്കുക. അങ്ങനെ ഭഗവാനെ വന്ദിക്കാറായാൽ ജീവിതത്തിൽ ഏതൊക്കെ സംഭവിച്ചാലും യാതൊരു കാരണവശാലും ദുഃഖിക്കാൻ ഇടവരില്ല. അതുകൊണ്ട് മാലോകരെ മുഴുവനും ഇക്കാര്യമാണ് അങ്ങ് ബോധിപ്പിക്കേണ്ടത്. ദുഃഖിക്കാനുള്ളതല്ല ഈ ജീവിതം, നേരെ മറിച്ച് സന്തോഷിക്കാനുള്ളതാണ് ഈ ജീവിതം. ഇത് മാലോകരെ അങ്ങ് വേണ്ട പോലെ പറഞ്ഞ് മനസ്സിലാക്കണം. അന്യഥാ വിവക്ഷത, ഇങ്ങനെ ഭഗവാന്റെ ലീലാത്വേനയല്ലാതെ നിരീക്ഷിക്കാൻ തുടങ്ങിയാൽ ഒരാൾക്ക് ദുഃഖത്തിൽ നിന്ന് കയറാൻ പറ്റില്ല. ഭഗവാന്റെ ലീലാത്വേനയല്ലാതെ നിരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അയ്യോ, അപ്പോൾ ഓരോന്നിനോട് മമതയാണ്. അയ്യോ, എൻ്റെ അത് പോയില്ലോ, എൻ്റെ ഇത് പോയില്ലോ, എനിക്കിത് കിട്ടിയില്ലല്ലോ, എനിക്ക് അങ്ങനെ വന്നുല്ലോ. ഇങ്ങനെ അങ്ങോട്ട് വിചാരിക്കാൻ തുടങ്ങിയാൽ ഒരാൾക്കും ദുഃഖത്തിൽ നിന്ന് മോചനമുണ്ടാവില്ല. അതുകൊണ്ട് ഈ ഞാനെന്നും എൻ്റേത് എന്നുള്ളതും അങ്ങോട്ട് മാറ്റിയിട്ട് ഇതൊക്കെ ഭഗവാന്റെ ലീല, ആ നിലയ്ക്ക് ഓരോന്നിനെയും ഭഗവാന്റെ ലീലാത്വേന അങ്ങോട്ട് നിരീക്ഷിക്കുക. പിന്നെ ജീവിതം തന്നെത്താൻ പരമാനന്ദമായിട്ട് അങ്ങോട്ട് മാറുകയും ചെയ്യും. ഇതൊന്നും ഞാൻ അങ്ങക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അങ്ങ് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. ഭഗവാന് സ്വതേ ജനിക്കേണ്ട ബാധ്യതയില്ല. എന്നാലും അങ്ങ് ജനിച്ചു. എന്തിന്? അജം പ്രജാതം ജഗത ശിവായ. അജനായ ജനിക്കാത്ത ഭഗവാൻ വേദവ്യാസ മഹർഷിയായി ജനിച്ചു. അതെന്തിനു വേണ്ടിയിട്ടാ? ജഗത ശിവായ, ലോകത്തിന് നന്മ വരുത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങ് എങ്ങനെയാ ലോകത്തിന് നന്മ വരുത്തേണ്ടത്? അതോ ഇത് മാലോകരെ ബോധ്യപ്പെടുത്തണം. അതുവഴിയായിട്ട് ആരും ദുഃഖിക്കരുത്. ദുഃഖിക്കാനുള്ളതല്ല ഈ ജീവിതം, പിന്നെ ഈശ്വരനെ ഭജിക്കാനുള്ളതാണ് ഈ ജീവിതം. ശരിയായ ഭക്തിമാർഗത്തിലേക്ക് കടന്നാൽ ഒരുവന് ദുഃഖം അനുഭവപ്പെടുകയേയില്ല. ഇത് മാലോകരെ ബോധ്യപ്പെടുത്തണം. ഇതിനാണ് അങ്ങ് ജനിച്ചത് തന്നെ. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല കേട്ടോ. ശരിയായ ഭക്തിമാർഗത്തിലേക്ക് കടന്നാൽ ഒരിക്കലും ആൾക്ക് ദുഃഖം അനുഭവപ്പെടില്ല. എന്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചാലും അത് മുഴുവനും ഈശ്വരാനുഗ്രഹമായിട്ടാണ് ആ ആൾക്ക് അനുഭവപ്പെടുക. ഞാൻ വെറുതെ പറഞ്ഞതല്ല, എൻ്റെ അനുഭവത്തിൽ കൂടിയാണ് പറഞ്ഞത്. പണ്ട് കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ആരായിരുന്നു എന്നോ? വെറും ഒരു അനാഥ ബാലനായിരുന്നു. എനിക്ക് അമ്മയുണ്ട്, അമ്മയ്ക്ക് ഞാനും ഉണ്ട്. ഇങ്ങനെയായിരുന്നു. ഞങ്ങൾ പല സ്ഥലത്തും താമസിച്ചു. സംഗതിവശാൽ ഈ വേദജ്ഞന്മാരായ ഋഷിമാർ താമസിക്കുന്ന ഒരു സങ്കേതത്തിൽ ഞങ്ങൾ വന്നുപെട്ടു. ഞങ്ങൾക്ക് അവരോട് വളരെ ബഹുമാനം തോന്നി. അവർ ഞങ്ങളോട് വളരെ സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്തു. ഈ വേദജ്ഞന്മാർ തിങ്ങി നിറഞ്ഞ ഒരു സങ്കേതത്തിൽ താമസിച്ചാൽ ഏറ്റവും വലിയ ഗുണം എന്താണെന്നോ? വേദത്തിൻ്റെ ധ്വനി എല്ലാ സമയത്തും കേൾക്കാം. നേരം വിളിച്ചായാൽ ആദ്യം കേൾക്കണത് ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമ അക്ഷഭിര്യജത്രാഹ. ഈ മാതിരി മന്ത്രങ്ങളായിരിക്കും. എന്താ മന്ത്രത്തിൻ്റെ അർത്ഥം? ഞങ്ങൾക്ക് നല്ലത് മാത്രം കാണാനിടവരണേ, നല്ലത് മാത്രം കേൾക്കാനിടവരണേ, ഇതൊക്കെയാണ് മന്ത്രത്തിൻ്റെ അർത്ഥം. ഈ മാതിരി മന്ത്രങ്ങളൊക്കെ കേട്ടുകൊണ്ടാണ് നേരം പ്രഭാതായ ഉണരുക. മഹർഷിമാരുടെ പൂജ ഉണ്ടാവും. ആ പൂജയിൽ ഞങ്ങൾ ചെന്ന് പങ്കെടുക്കാറുണ്ട്. പൂജ കഴിഞ്ഞാൽ അവർ പ്രസാദം തരും. അടുത്ത പൂജയുടെ സമയമാകുമ്പോഴേക്കും അമ്മയും ഞാനും കൂടി ഉദ്യാനത്തിൽ പോയി പൂക്കൾ പറിച്ചു കൊണ്ടുവരും, മാല കെട്ടിക്കൊടുക്കും. അവരുടെ ആഹാരം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവർ ആഹാരം തരും. ആ പാത്രങ്ങളൊക്കെ ഞങ്ങൾ കഴുകി വയ്ക്കും. അവിടെ വല്ല അടിച്ചു വാരലോ അങ്ങനെ എന്തെങ്കിലും വല്ല ജോലികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങൾ ഭംഗിയായിട്ട് ചെയ്യും. അവർ ഞങ്ങളോട് വളരെ സ്നേഹത്തോടെ പെരുമാറി. അവരോട് ഞങ്ങൾക്ക് വളരെ ബഹുമാനവും തോന്നി. അങ്ങനെ സുഖമായിട്ടാണ് കേട്ടോ ആ സങ്കേതത്തിൽ അമ്മയും ഞാനും കൂടി കഴിച്ചു കൂട്ടിയത്. അങ്ങനെ ഇരിക്കെ യാദൃച്ഛികമായി ഏതാനും സന്യാസിമാർ അവിടെ വന്നു. അവരെ ശുശ്രൂഷിക്കുക എന്ന ജോലി അമ്മ ഏറ്റെടുത്തു. ആ ജോലി അമ്മ എന്നെ ഏൽപ്പിച്ചു. അവരെ സദാസമയവും ഇങ്ങനെ പരിചരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് എനിക്ക് വലിയ രസമായിട്ട് അനുഭവപ്പെടാൻ തുടങ്ങി. എന്താ കാരണമെന്നോ? അവരിങ്ങനെ കഥ പറയണു. ഒരാൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കും, മറ്റുള്ളവരെല്ലാം ശ്രദ്ധിച്ച് കഥ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും.
അപ്പം ഞാനും ഏത് കഥയാണ് ഇവർ പറയണത് എന്ന ഒരു ജിജ്ഞാസയോടുകൂടി ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. 5 വയസ്സായ ഞാൻ കഥ കേൾക്കാൻ കൗതുകം കാണിച്ചപ്പോഴേ അവർക്ക് എന്നോട് പ്രത്യേകിച്ച് ഒരു വാത്സല്യം തോന്നി. അപ്പം ഈ 5 വയസ്സായ കുട്ടികൾക്ക് മനസ്സിലാവുന്ന വിധം ലളിതമായി അവർ ഭഗവാന്റെ കഥ പറഞ്ഞു. എനിക്ക് കഥ കുറേശ്ശെ മനസ്സിലായി തുടങ്ങി. കഥ മനസ്സിലായി തുടങ്ങിയപ്പോൾ കഥ കേൾക്കാൻ എനിക്ക് കൗതുകം കൂടി. എനിക്ക് കഥ കേൾക്കാൻ കൗതുകം കൂടി എന്നറിഞ്ഞപ്പോൾ അവർക്ക് പറയാനും കൗതുകം കൂടി. അവരെ കൂടുതൽ ലളിതമായിട്ടും കൂടുതൽ മധുരമായിട്ടും ഭഗവാന്റെ കഥ പറഞ്ഞുകൊണ്ടിരുന്നു. അവർ ഏറെ ലളിതമായി പറഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ മനസ്സിലായി തുടങ്ങി. എന്തിന്? കഥ കേട്ടുകൊണ്ടിരുന്ന ഞാനും കഥ പറഞ്ഞുകൊണ്ടിരുന്ന അവരും ദിവസങ്ങൾ കടന്നുപോയത് അറിഞ്ഞതേയില്ല. അവർക്ക് പറയാൻ നല്ല കൗതുകം, എനിക്ക് കേൾക്കാൻ അതിലേറെ കൗതുകം. ഇങ്ങനെയായിരുന്നു അക്കാലത്തെ ആ ഒരു ജീവിതം. ഒരു ദിവസം അവരുടെ ആഹാരം കഴിഞ്ഞപ്പോൾ പാത്രത്തിൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അത് എനിക്ക് പ്രസാദമായിട്ടും അവർ തന്നു. ഇങ്ങനെ അവരുടെ അനുഗ്രഹം എത്രയാണ് എനിക്ക് കിട്ടിയതെന്നുള്ളതിന് കണക്കില്ല. ഒരു ദിവസം അവർ യാത്ര പറഞ്ഞു പോവുകയിന്ന്. എനിക്കുണ്ടായ ദുഃഖത്തിന് ഒരതിരില്ലായിരുന്നു. ഞാൻ എല്ലാവരുടെ മുമ്പിൽ വീണ് നമസ്കരിച്ചു. നിങ്ങൾ പോയാൽ എനിക്കിനി ആരുണ്ടാവും ഈ വക കഥകളൊക്കെ പറഞ്ഞു തരാൻ എന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് ചോദിച്ചപ്പോൾ ചക്രുകൃപ അവർക്ക് എന്നോട് പ്രത്യേകം ഒരു വാത്സല്യം തോന്നി. എല്ലാവരും എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. എന്നിട്ട് അവർ എനിക്കൊരു മന്ത്രം ഉപദേശിച്ചു തന്നു. നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമസ്സംഘർഷണായ ച. ഈ മന്ത്രം ജപിച്ചോളൂ, ഈശ്വരനെ കാണാറാവും എന്നും പറഞ്ഞ് അനുഗ്രഹിച്ച് അവരെല്ലാം അവിടുന്ന് അങ്ങോട്ട് പോവുകയും ചെയ്തു. അന്ന് മുതൽക്ക് സദാസമയവും ഈ മന്ത്രം ജപിച്ചുകൊണ്ടാണ് ഞാൻ ആ ജീവിതം നയിച്ചത്. ഇപ്പോഴും ഞാൻ ആ മന്ത്രം ജപിച്ചുകൊണ്ട് തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ എൻ്റെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ എല്ലാ സമയത്തും ഞാൻ ഭഗവാനെ നേരിട്ട് കണ്ടും ഭഗവാനെ ധ്യാനിച്ചും ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. ഈ അവസ്ഥയിൽ ഞാൻ എത്തിയത് എങ്ങനെയെന്ന് എനിക്ക് നല്ല പോലെ അറിയാം. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഭഗവാനെ ഭജിക്കാൻ തുടങ്ങി. സജ്ജനങ്ങളുടെ അനുഗ്രഹം എനിക്ക് ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് അങ്ങും ഒരു കാര്യം ചെയ്യണം. പുതിയ ഒരു ഗ്രന്ഥം എഴുതണം എന്ന് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. ആ ഗ്രന്ഥത്തിൽ 2 കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. ഒന്ന് സജ്ജനങ്ങളുടെ മഹാത്മാക്കളുടെ അനുഗ്രഹത്തിൻ്റെ വലുപ്പം, മറ്റൊന്ന് ഈശ്വരഭജനത്തിൻ്റെ മാഹാത്മ്യം. ഇത് 2നെയും പുരസ്കരിച്ചുകൊണ്ടാവട്ടെ അങ്ങയുടെ പുതിയ ഗ്രന്ഥം. ആ ഗ്രന്ഥം എടുത്തങ്ങോട്ട് വായിച്ചാൽ ഏന വിദംബുഭുൽസിതം സമാപ്യതേ, കിട്ടേണ്ടത് കിട്ടി എന്ന തോന്നൽ അങ്ങോട്ട് ഉണ്ടാവണം. അതിന് പാകത്തിനാവണം ആ ഗ്രന്ഥം എന്ന് മാത്രം. ഇത്രയും പറഞ്ഞു. നാരദ മഹർഷി അവിടുന്ന് അങ്ങോട്ട് എഴുന്നേറ്റു. വേദവ്യാസ മഹർഷി അപ്പം പറഞ്ഞു, അല്ല കഴിഞ്ഞ ജന്മത്തിലെ കഥ മുഴുവനും അങ്ങ് പറഞ്ഞില്ലല്ലോ. സന്യാസിമാർ പോയി, അതിനുശേഷം അങ്ങ് എന്ത് ചെയ്തു ആ ജന്മത്തിൽ? ആ കഥ അടുത്ത അധ്യായത്തിൽ പറയാൻ പോണു.